Hi everyone. In this section, we will be going to study about software process. You are familiar with the software engineering, its definition, and what all the procedure that a software engineer should adopt, etc. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് PPTയിൽ ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ. We start with process framework which comes under software process. Software processൻ്റെ അകത്ത് വരുന്നതാണ് പ്രോസസ് ഫ്രെയിംവർക്ക്. അതായത് കുറേ കാര്യങ്ങൾ, കുറേ പ്രോസസ്സ്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട പ്രോസസ്സ്, അതൊക്കെയാണ് നമ്മൾ പ്രോസസ് ഫ്രെയിംവർക്കിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഇൻ ദാറ്റ് യു വിൽ ബി ഹാവിങ് അംബ്രല്ല ആക്ടിവിറ്റീസ്. അംബ്രല്ല ആക്ടിവിറ്റീസിൻ്റെ അകത്താണ് യു ഹാവ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി 1, ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി 2, അങ്ങനെ അപ് ടു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി N. അതിനകത്ത് ഒരു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയിൽ വരുന്നതാണ് യു ഹാവ് ദ വർക്ക് ടാസ്ക്, യു ഹാവ് ദ വർക്ക് പ്രോഡക്ട്സ്, യു ഹാവ് ദ മൈൽ സ്റ്റോൺസ് ആൻഡ് ഡെലിവറബിൾസ്, യു ഹാവ് ദ QA ചെക്ക് പോയിന്റ്സ്, ദാറ്റ് ഇസ് ദ ക്വാളിറ്റി അഷ്വറൻസ് ചെക്ക് പോയിന്റ്സ്. വർക്ക് ടാസ്കും വർക്ക് പ്രോഡക്റ്റും എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യില്ല. ഓരോരോ ഹാഫ് പോർഷൻ ചെറുതായിട്ടല്ലേ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ, പ്രോഡക്റ്റ് ഇൻ ദ സെൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ സോഫ്റ്റ്വെയർ ആണ്. സോ അതിൽ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് പിന്നിൽ വരുന്ന വർക്ക്, അതിലെ ടാസ്ക്, ദെൻ മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഓരോ ഡേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുക്കും, ഇന്ന ഡേറ്റിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ. ദെൻ ദ ഡെലിവറി, ദെൻ ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ്. അപ്പം ഇങ്ങനെ ഓരോ അംബ്രല്ല ആക്ടിവിറ്റീസും ഓരോന്നായിട്ട് ഇങ്ങനെ പ്രോസസ് ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. Why process? Process means it defines who is doing that and what, and then how, when, and how to reach a certain goal. നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ കുറേ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതിൽ കുറേ ക്വസ്റ്റ്യൻസും നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഹൂ, വാട്ട്, വെൻ, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അങ്ങനെ മാത്രമേ വി ക്യാൻ ബിൽഡ് എ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ പ്രോസസ്. So you should identify a small number of framework activities which is applicable to all the software projects we create regardless of the size and complexity. സോ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വലുത് ചെറുത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം എല്ലാം സോഫ്റ്റ്വെയർ ബേസിസിലാണ്. സൈസും കോംപ്ലക്സിറ്റി നമ്മൾ കൂടുതലായിട്ടും ബോദർ ചെയ്യാണ്ട് വി ഷുഡ് ഐഡൻറ്റിഫൈ വാട്ട് ആർ ഓൾ ദ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ടു ബി കംപ്ലീറ്റഡ്. And also we should deal with a set of umbrella activities that are applicable across the entire software process. ഈ umbrella activities എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് umbrella activities. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ വരും. So this is how the movement of a process. We've defined how, what and when, who is doing what, and അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഫേസ് ചെയ്യാനാണ് we are using this type of process. Here you have the process framework. ഇങ്ങനെ ഒന്ന് തൊട്ട് n number of process frameworks ഉണ്ടാവും. ആ n നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിനകത്ത് ഓരോ വർക്ക് ടാസ്കും വർക്ക് പ്രൊഡക്റ്റും ക്വാളിറ്റി അഷ്വറൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. So here you can see each framework activities are given with a set of software engineering actions to be completed, and also you have some amount of task to be performed. സോ ഓരോ ആക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ വർക്ക് ടാസ്ക് ആയിരിക്കും. ചിലപ്പോൾ ഓരോ ആൾക്കാർക്കും അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് ആയിരിക്കും, ചിലപ്പോൾ ഓരോ ഗ്രൂപ്പിനും അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്കും. ബട്ട് ഈച്ച് ആക്ഷൻ ഹാസ് ഇൻഡിവിജ്വൽ വർക്ക് ടാസ്ക്. നെക്സ്റ്റ് യു ഹാവ് എ ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് ടു ബി ഫോളോഡ് വൈൽ വി ആർ ഡീലിംഗ് വിത്ത് എ പ്രോസസ്. യു ഹാവ് കമ്മ്യൂണിക്കേഷൻ മീൻസ് നമുക്കിപ്പം ആരാണ്, നമ്മളിപ്പോൾ കമ്പനിയിലാണെങ്കിൽ, നമ്മൾ കമ്പനിയിലെ വർക്കർ ആണെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ കൂടെ ആയിരിക്കും, അതല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ കൂടെ ആയിരിക്കും, അങ്ങനെ കുറേ. ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം അത് ഗ്യാദർ ചെയ്യാനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതൊക്കെ ചെയ്യാം. സോ ദാറ്റ് ഈസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ഓൺലി. ദെൻ പ്ലാനിങ് മീൻസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഏത് ഡേറ്റിലാണ് നമുക്ക് പ്ലാൻ ചെയ്ത് തീർക്കാൻ പറ്റുക, ദെൻ വാട്ട് ഈസ് എ വർക്ക് ഷെഡ്യൂൾ, ദെൻ റിസോഴ്സസ് എന്തൊക്കെ കിട്ടും, ടൈമിൽ കിട്ടില്ലേ, ദെൻ റിസ്ക്, ടെക്നിക്കൽ ടാസ്ക്, അതൊക്കെ ഈ പ്ലാനിങ്ങിൽ വരും. Then the third one you have is modeling. Modeling means you are helping the developer and the customer to understand the requirements. That is the design of the software. എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ അനാലിസിസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊരു പെർഫെക്റ്റ് മോഡലായിട്ട് ഡെലിവറബിൾ പ്രോഡക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക. Then you have the construction. Construction include the കോഡിങ്ങും ടെസ്റ്റിങ്ങും തന്നെ കുറേ വിധത്തിലുണ്ട്. അതൊക്കെ നെക്സ്റ്റ് മോഡ്യൂൾസിലൊക്കെ പഠിക്കും. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട്.
സോ നമ്മൾ കോഡ് എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ദെൻ മാനുവൽ ആണോ ഓട്ടോമേറ്റഡ് ആണോ, അതല്ല വേറെ പ്രീവിയസ് ആയിട്ട് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ കോഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കൺസ്ട്രക്ഷൻ റിലേറ്റഡ്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഇതിൻ്റെ ഡെലിവറിയും പിന്നെ കസ്റ്റമർ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും പിന്നെ ഡിപ്ലോയ്മെൻറ്റിൽ തന്നെ അതിൻ്റെ ഇവാലുവേഷനും പിന്നെ എന്തെങ്കിലും മെയിൻറ്റെനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അതും. സോ ദീസ് 5 ഇസ് ഗോയിങ് ടു ബി അവർ ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി, ദെൻ അംബ്രല്ല ആക്ടിവിറ്റി. സോ നൗ വി ക്യാൻ ഡിഫൈൻ ഹൗ the process model is going to be adaptable. അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് എല്ലാ സിനാരിയോയിലും അത് വർക്ക് ചെയ്യണമെന്നില്ല. സോ നമ്മൾ എപ്പോഴാണ് അത് നോക്കേണ്ടത്? സോ ഓൾവേസ് ദ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി വിൽ ബി ഓൾവേസ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അതാണ്, ഹൈലൈറ്റ് ചെയ്യുന്നതാണ്, ഓൾവേസ് ബി അപ്ലൈഡ് ഓൺ എവരി പ്രോജക്റ്റ്. ബട്ട് നമ്മൾ ഓരോരു പ്രോജക്റ്റ് എടുക്കുക, ആ പ്രോജക്റ്റിൻ്റെ സൈസും കോംപ്ലക്സിറ്റിയും ഒന്നും നോക്കാണ്ട് അതൊരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിൽ എപ്പോഴും നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കണം. So we are dealing with, always we apply framework activities on every project, but still there are some confusions where the task for each activity will vary. അപ്പോൾ ഓരോ ഇപ്പോൾ ചെറിയൊരു സോഫ്റ്റ്വെയർ ആക്കാനും ഇപ്പോൾ ചെറിയൊരു റെയിൽവേ ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആക്കാൻ കുറച്ച് എഫേർട്സും ഒരു വലിയ റെയിൽവേ IRCTC പോലെയുള്ള സോഫ്റ്റ്വെയർ ആക്കാൻ വലിയ എഫേർട്സും അങ്ങനെയാണ്. ശരിക്കും അത് ഹ്യൂമൻ എഫേർട്ട് അങ്ങനെയാണ്. ബട്ട് സ്റ്റിൽ രണ്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞ് വന്ന പ്രോഡക്ട്സ് ആണ്. So when we are dealing with each activity and each framework activity, you should know the type of the project. അതായത് എൻട്രി പോയിന്റ് ടു ദ മോഡൽ, എങ്ങനെയാണ് നമ്മൾ ആ മോഡൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, what is the entry point, what is the type, then the characteristic of the project, then also common sense judgment, concurrence of the project. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും അവർ പറയുന്ന രീതിയിലുള്ള ജഡ്ജ്മെൻറ്റും അതൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ പ്രോജക്റ്റ് എല്ലാ സിറ്റുവേഷനിലും അഡാപ്റ്റബിൾ ആവുന്ന രീതിയിൽ വേണം we should bring out the project from us. And the last slide goes with umbrella activities. Umbrella activities എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. സോ യു നോ ദ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ. നമുക്കൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സും പ്രോഗ്രസ്സും അസസ് ചെയ്യണം. പിന്നെ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് വില കൊടുത്തും നമ്മൾ ആ പ്ലാൻ ഇട്ട പോലെ തന്നെ ഷെഡ്യൂൾ തന്നെ നടത്തണം. നെക്സ്റ്റ് യു ഹാവ് ദ ടെക്നിക്കൽ റിവ്യൂസ്. വർക്ക് പ്രോഡക്റ്റിനെ പറ്റി എന്തൊക്കെയാണ് റിവ്യൂസ് ഉള്ളത് അതൊക്കെ എടുക്കണം. നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നില്ലേ, അതെന്താണ്, നിങ്ങൾ എത്രത്തോളം ചെയ്തു എന്ന് അറിയാനുള്ള റിവ്യൂ എടുക്കുകയാണ്. അതുപോലെ തന്നെ യു ഹാവ് ടെക്നിക്കൽ റിവ്യൂസ് റിലേറ്റഡ് ടെക്നോളജിക്കലി ആയിട്ടുള്ള എന്ത് അഡ്വാൻസ്മെൻ്റ് ആണ് നിങ്ങൾ അതിൽ കൊണ്ടുവന്നത്, പിന്നെ എങ്ങനെയാണ് എറേഴ്സ് റിമൂവ് ചെയ്തത്, ഇനി എന്ത് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. ആൻഡ് ദ തേർഡ് പോയിന്റ് യു ഹാവ് ഇസ് എ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. അതായത് വാട്ട് quality has you been given, you should ensure the software quality. പിന്നെ എന്തൊക്കെയാണ് നമ്മളതിൽ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഇസ് എ ഫോർത്ത് പോയിന്റ്. അത് നമ്മൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്, കോൺഫിഗറേഷനിലാവട്ടെ ആർക്കിടെക്ചറിലാവട്ടെ അങ്ങനെയൊക്കെ. ഫിഫ്ത്ത് വൺ ഇസ് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. നമ്മൾ മോഡൽ ചെയ്യുമ്പം അതിൻ്റെ ഡോക്യുമെൻറ്റ്സും വെരിഫിക്കേഷനും ലോഗ് ബുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സൈഡായിട്ട് വരുന്ന വർക്ക് പ്രോഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. Then reusability management, you should define the criteria for work product reuse. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടീം ചെയ്യുന്ന കുറച്ച് പോർഷൻ മറ്റേ സോഫ്റ്റ്വെയർ ടീമിന് വേണ്ടി വരും. അപ്പോൾ അവിടെ വർക്ക് പ്രൊഡക്റ്റിൻ്റെ റീയൂസബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ്, പിന്നെ എന്തൊക്കെയാണ്, ചിലപ്പോൾ കമ്പോണൻസ് വേണ്ടി വരും. എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഹാർഡ്വെയറിൻ്റെ കൂടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും കമ്പോണൻസ് വേണമെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി, ഇതൊക്കെ റിസോഴ്സസിൽ വരും. ദെൻ യു ഷുഡ് യു ഹാവ് ദ മെഷർമെൻറ്റ്. അതായത് പ്രോസസ്സിൻ്റെ പ്രോജക്റ്റിൻ്റെ പ്രൊഡക്റ്റിനൊക്കെ മെഷേഴ്സ്, എത്രത്തോളം നമുക്ക് നമ്മളെ കസ്റ്റമറിൻ്റെ നീഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, നമ്മൾ അത് അളക്കണം. ശരിക്കും നമുക്ക് ഇപ്പോൾ ഹാർഡ്വെയർ ആണെങ്കിൽ എത്രത്തോളം വർക്കിംഗ് ആണെന്നൊക്കെ നമുക്ക് ആക്യുറസി അതൊക്കെ വെച്ച് അളക്കാം. ബട്ട് സോഫ്റ്റ്വെയർ കാര്യം എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് സിനാരിയോ അനുസരിച്ച് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം അഡാപ്റ്റബിൾ ആണെന്ന് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദ റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു, അത് പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റീനെല്ലാം അത് ഓക്കെ ആണോ,
ദെൻ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അതായത് യു ക്യാൻ സീ ദ ലാസ്റ്റ് പോയിന്റ് അസസസ് റിസ്ക് ദാറ്റ് മേ എഫക്റ്റ് ദ ഔട്ട്കം ഓഫ് ദ പ്രോജക്റ്റ്. എന്തെങ്കിലും ഒരു റിസ്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്ന ഒരു ഡേറ്റിന് നമുക്കത് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇറ്റ് ഗോസ് ടു ബി എ റിസ്ക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ പ്ലാന് ഇതാക്കേണ്ടി വരും, നമ്മൾ പ്രീപോൺ ചെയ്യേണ്ടി വരും, അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ അതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. So these are the umbrella activities, and these in this section we have come across the software process and etc. What are all the framework activities, etc. So that's all. Thank you.